നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ആനുവൽ എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. ഇതിന്റെ മാർക്ക് അങ്ങോട്ട് സെറ്റ് ആക്കിയാലോ? യെസ്, ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മെഗാ മാരത്തോണും മിനി മാരത്തോണും ഒക്കെ വരാനുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്കൊക്കെ സെറ്റ് ആക്കണം, പവർ ആക്കണം. നമുക്ക് ഇതിന് മുൻപ് വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇതാണ് 2025 ആനുവൽ എക്സാമിന് നിങ്ങൾ വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. 2 മാർക്കാണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇതിൽ നിന്ന് ചോദ്യതാണ്, നിങ്ങൾ ഈ സെന്റൻസ് വായിച്ചിട്ട് അതിൽ നിന്ന് നൗൺ ഫ്രേസ് എവിടെ, അതുപോലെ തന്നെ വെർബ് ഫ്രേസ് എവിടെ എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ക്ലിയർ ടെക്നിക് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് നൗൺ ഫ്രേസ് എന്ന് അറിയണ്ടേ? ഇതാണ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ഉണ്ടാവേ, അതിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫംഗ്ഷൻ ആസ് എ നൗൺ. അതൊരു നൗൺ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെയുള്ള മോഡിഫയിങ് വേർഡ്സ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സെന്റൻസിൽ മെയിൻ നൗൺ ഏതാണെന്ന് അറിയോ? കാ എന്നുള്ളതാണ്. കാർ ഈസ് എ മെയിൻ നൗൺ. അതാണ് ഇവിടെ മെയിൻ നൗൺ. അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പുകഴ്ത്താൻ വേണ്ടി വന്നിട്ടുള്ള വാക്കാണ് ഏത്? റെഡ്. കാർ എങ്ങനത്തെ കാറാണ്? റെഡ് കാറാണ്. എങ്ങനത്തെ കാറാണ്? ന്യൂ കാറാണ്. മോഡിഫൈ ചെയ്യാണ്. അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിക്കിൾ, ഇതെന്താണ്? ആർട്ടിക്കിൾ. എ ആൻഡ് ദ, ഇതൊക്കെ ആർട്ടിക്കിളാണ്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന്, ഓണ്, അറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, അതിനാണ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. അതായത് ദ ന്യൂ കാർ ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിലുള്ള ആ ഒരു ഇതിലില്ലാത്ത എക്സ്ട്രാ ആണ്, ഇൻ മൈ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ അത് നൗണാണ്. പ്രിപ്പോസിഷനും ആർട്ടിക്കിളും അതുപോലെ തന്നെ അതിൻ്റെ മോഡിഫൈയും അതൊക്കെ വന്നില്ലെങ്കിൽ ഒഴിവാക്കാം, വന്നിണെങ്കിൽ അതും കൂടി കൂടിയതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഇവിടെ വരെയാണ് നൗൺ ഫ്രേസ്. ഏത് വരെയാ? ഇവിടെ വരെ, കാർ വരെ ഈസ് എ നൗൺ ഫ്രേസ്. ഓക്കെ, ഇനി ഇത് വെബ് ഫ്രേസ് എങ്ങനെയാ തുടങ്ങുന്നത്? വെബ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വേർബ്, അത് എവിടെയാണോ നിങ്ങൾ അവിടെ ഒരു വേർബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കൂടെയുള്ള ലിങ്കിങ് വേർബുകളായിട്ടുള്ള ഈസ്, മസ്റ്റ്, വില്ല്, ഹാസ്, ഹാവ് തുടങ്ങിയിട്ടുള്ള ഓക്സിലറി വേർബുകൾ കംപ്ലീറ്റും എന്താണ്? വെബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹി വാസ്, ഇവിടെ ദാ വാസ് വന്നിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലായി, വാസ് എന്നുള്ളതിന് ശേഷമുള്ളത് കംപ്ലീറ്റ് എന്തായിരിക്കും? അത് വെബ് ഫ്രേസ് ആയിരിക്കും. ഇവിടെ നൗൺ ഫ്രേസ് ആകെ എന്തേ ഉള്ളൂ? ഹി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈസ് എന്നത് എന്താണ്? ഈസ് ഓക്സിലറി ആണ്. അതിനുശേഷമുള്ളത് കംപ്ലീറ്റ് വെബ് ഫ്രേസ്. പച്ച കളറുള്ളത് നൗൺ ഫ്രേസ്, ചുവപ്പ് കളറുള്ളത് വെബ് ഫ്രേസ്. കണ്ടല്ലോ. ഇവിടെ ആകെ നൗൺ ഫ്രേസ് ഏതേ ഉള്ളൂ? ഹി മാത്രമേ ഉള്ളൂ. അങ്ങനെയും വരാം. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണേ. നമുക്ക് പച്ച കളർ ഫസ്റ്റ് പിടിക്കാം, അതായത് നൗൺ ഫ്രേസ് പിടിക്കാം. മൈ ഫേവറേറ്റ് ബുക്ക്, ഇവിടെ ബുക്കാണ് മെയിൻ. ബുക്കിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഫേവറേറ്റ്, മൈ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിന് ഓക്സിലറി തുടങ്ങുകയാണ് ഈസ് വെച്ചിട്ട്, അത് മുതൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? വെബ് ഫ്രേസ്. അടുത്തൊരു സംഭവം നോക്കിക്കോ. ദ ബ്ലൂ സ്കൈ വരെ മാത്രമേ ഉള്ളൂ. ലുക്സ് എന്ന് പറയുമ്പോഴേക്കും അത് വേർബാണ്. ദ ടോൾ ബോയ് ഇൻ ദ കോർണർ, ഇൻ ദ കോർണർ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. അല്ല സാറേ, ഓൺ ദി ടേബിൾ എന്നുള്ളത് അതും പ്രിപ്പോസിഷൻ അല്ലേ? പക്ഷെ അതിന് മുമ്പ് ഈസ് വന്നു പോയല്ലോ, ഈസ് വന്ന് ഓക്സിലറി വന്നു പോയല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പോസിഷൻ ഏത് ഭാഗത്താണോ അതിൻ്റെ കൂടെ, ഇതിൻ്റെ ഭാഗത്താണ് കൂടെയെങ്കിൽ ഇതിൻ്റെ ഭാഗത്താണ്, അതായത് നൗൺ ഫ്രേസിലാണ്. ഈ പറയുന്ന നൗൺ ഫ്രേസ് ഉള്ളപ്പോൾ തന്നെയാണ് നമുക്ക് പ്രിപ്പോസിഷൻ തുടങ്ങുന്നതെങ്കിൽ അത് നൗൺ ഫ്രേസിൽ ആഡ് ചെയ്യും. അതിനുശേഷമുള്ളതാണെങ്കിൽ അത് അതിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള സംഭവം എന്ന് വെച്ചാൽ ഈസ് മൈ കസിൻ എന്നുള്ളത് എന്താണ്? വെബ് ഫ്രേസ് ആണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നോക്കാം നൗൺ ഫ്രേസ് എവിടെ വരെയാ നോക്കാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓൺ അഡോളസെന്റ് കൺസ്യൂമർ ബിഹേവിയർ. ഇവിടെ വരെ ഈസ് വരെ എന്താണ്? നൗൺ ഫ്രേസ് ആണ്. അതിന് ശേഷമുള്ളതൊക്കെ എന്ത് ഓക്കെ, ഈസ് വരെ നൗൺ ഫ്രേസ്, അതിനുശേഷമുള്ളത് വെബ് ഫ്രേസ്. ഇനി അടുത്തതിൽ ജസ്റ്റ് ഗസ് ചെയ്തട്ടോ, ഞാൻ ആൻസർ പറയാൻ പോണേ. എ ടൈഗർ ഷാർക്ക് അറ്റാക്ട് എന്ന് പറയുമ്പോഴേക്കും അത് വേർബായല്ലോ. എ ടൈഗർ ഷാർക്ക് വരെയാണ് നൗൺ ഫ്രേസ് ഉള്ളത്. അതിനുശേഷം അറ്റാക്ട് ബെഥാനി ഹാമിൽട്ടൺ എന്ന് പറയുന്നത് എന്താണ്? വെബ് ഫ്രേസ് ആണ്. അപ്പോൾ 2025 സാധനമാണ്. നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. ഇതിൽ എവിടെ വരെയാണ് നൗൺ ഫ്രേസ്, എവിടെ വരെയാണ് നൗൺ ഫ്രേസ്, വെബ് ഫ്രേസ് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മെഗാ മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്. സോ കൃത്യം 7:30 നമ്മുടെ മെഗാ മാരത്തോൺ. സോ മിസ് ചെയ്യരുത്. അപ്പോൾ മെഗാ മാരത്തോൺ മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, നമുക്ക് സെറ്റാക്കണം, പവറാക്കണം. അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് എക്സാമിൻ്റെ അന്ന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ JD. താങ്ക് യു. ബൈ.